സംസ്ഥാനത്തെ നിരത്തുകളിൽ നടക്കുന്ന ബസ്സുകളുടെ മത്സരയോട്ടത്തിന് എതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ്. കെ.എസ്.ആർ.ടി.സി പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ താനും കുടുംബവും തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മാധവ് സുരേഷ് സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചത്. അടുത്തിടെ മാധവും ചേട്ടനും നടനുമായ ഗോകുലും ഗുരുവായൂരിൽ നിന്നും വരുന്ന വഴി ബസ്സുകളുടെ മത്സരയോട്ടം കാരണം അപകടത്തിൽപ്പെടേണ്ട അവസ്ഥ ഉണ്ടായെന്നാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ ആരോപിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു മാധവിൻ്റെ പ്രതികരണം. മണിക്കൂറുകൾക്കുള്ളിൽ നിരവധി പേരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി പ്രൈവറ്റ് ബസ്സുകളുടെ അശ്രദ്ധമായ മത്സരയോട്ടത്തിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് മാധവ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന വാഹനങ്ങൾ തകർക്കാനുള്ള ലൈസൻസ് തനിക്ക് നൽകണമെന്നും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ബസ്സുകളിലെ മത്സരയോട്ടത്തിൻ്റെ ഒരു വീഡിയോയും മാധവ് പങ്കുവച്ചിട്ടുണ്ട്. കേരള ജനത ദിവസവും അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണിത്. പ്രത്യേകിച്ച് മധ്യവടക്കൻ കേരളത്തിലുള്ളവർ. കലൂരിൽ ഒരു പ്രൈവറ്റ് ബസ് അപകടത്തിൽ എൻ്റെ സഹോദരൻ വിശാഖിനെ എനിക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നു. അടുത്തിടെ ഞാനും ചേട്ടൻ ഗോകുലും കൂടി ഗുരുവായൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്നതിനിടെ 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാവുന്ന റോഡ് അർദ്ധരാത്രിയിൽ 2 ബസ്സുകൾ മത്സരിച്ചത് കാരണം ഞങ്ങളുടെ കാർ ഒരു മരത്തിൽ ഇടിച്ചു കയറേണ്ട സാഹചര്യമുണ്ടായി. സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളുടെയും പ്രൈവറ്റ് ബസ്സുകളുടെയും അശ്രദ്ധമായ ഈ മത്സരയോട്ടത്തിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. ഇതാണ് എൻ്റെ നിർദ്ദേശം. അല്ലാത്തപക്ഷം ഇത്തരമൊരു അനുഭവം എനിക്ക് വീണ്ടും ഉണ്ടായാൽ ആ വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറാനും ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കാനും കുറ്റവാളികളുടെ താടിയെല്ല് തകർക്കാനുമുള്ള ക്ലീൻ പാസ് നൽകേണ്ടതാണ്. അതേസമയം വടക്കൻ മധ്യ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ കാര്യമാണ്. ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ ഗൗനിക്കാതെ അതിവേഗതയിൽ ലൈനുകൾ മുറിച്ചും അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തും പറക്കുന്ന ബസ്സുകൾ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുകയും ജീവനെടുക്കുകയും ചെയ്തിരുന്നു. കെ.എസ്.ആർ.ടി.സിയും ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ കൂടുതൽ ഇരകളാവുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. വർഷം തോറും നിരവധി അപകടങ്ങളാണ് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നഷ്ടമാവുന്നത്.